ഓക്കെ. എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ എടുക്കുന്നത് ലിങ്ക്ഡിനെ കുറിച്ചിട്ടാണ്. ലിങ്ക്ഡിൻ മാർക്കറ്റിംഗ്. എല്ലാവർക്കും ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ, എല്ലാവർക്കും ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? ഞാനായിട്ട് എല്ലാവരും ലിങ്ക്ഡിനിൽ കണക്റ്റഡ് ആണോ? ഞാനായിട്ട് കണക്റ്റഡ് അല്ലാത്തവർ എന്നെ ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് കണക്ട് ചെയ്യുക. ജിറ്റോ ജോസ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. കണക്ട് ചെയ്യാത്തവർ ലിങ്ക്ഡിനിൽ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. ലിങ്ക്ഡിൻ എടുക്കുക. ലിങ്ക്ഡിനിൽ കണക്ഷൻ റിക്വസ്റ്റ് അയക്കുക. നിങ്ങൾ ലിങ്ക്ഡിൻ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുവഴി ചെയ്യാൻ പറ്റും. എനിക്ക് ലിങ്ക്ഡിൻ വഴി ഒരുപാട് വലിയ വലിയ ഡീലുകളും കണക്ഷൻസ് ഒക്കെ ഞാൻ ബിൽഡ് ചെയ്തൊക്കെ എന്താ ലിങ്ക്ഡിനിൽ. എനിക്ക് വളരെ വലിയൊരു നമ്പർ ഓഫ് ഫോളോവറും കണക്ഷൻസും ഉണ്ട് ലിങ്ക്ഡിൻ കേട്ടോ. നിങ്ങൾ ആർക്കെങ്കിലും ഞാൻ വേണമെങ്കിൽ എൻ്റെ ഐ ഡി ഇടാം. നിങ്ങൾ അല്ലാണ്ട് തന്നെ എന്നെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ നോക്കാം. വെറുതെ ജിറ്റോ ജോസ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. എന്നിട്ട് എന്നെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യാന്ന് വെച്ചാൽ അത് കാരണം നിങ്ങൾക്ക് മിക്കവർക്ക് അതുപോലും അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ നിങ്ങളോടൊന്ന് പറയുന്നത് കേട്ടോ. ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ് സ്റ്റോപ്പ് ഷെയറിങ്. ഇപ്പൊ എന്നോട് ചോദിച്ച ആളൊന്ന് ഒന്ന് ഇത് ചെയ്ത് എന്നെ സ്ക്രീൻ ഷെയർ ചെയ്തേ. സ്ക്രീൻ ഷെയർ തന്നെ കണ്ടോ? പയ്യ മോളി പോട്ടെ. ഞാൻ പറഞ്ഞുതരാം എന്തിനാ ചെയ്യേണ്ടതെന്ന്. പയ്യ മോളി പോട്ടെ. മുകളിലേക്ക് എന്റെ ജിറ്റോ ജോസ് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് വൺ ഓപ്പൺ ചെയ്തിട്ട് അവിടെ മോർ എന്നുണ്ടോ? മോർ അതുമ്മ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വരാം. അതെല്ലാവരും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. താഴേക്ക് താത്ത് കണക്ട് എന്നുണ്ട്. കണക്ട് എന്ന് കൊടുക്കുക. ഫോളോ ചെയ്യാം. ഫോളോ മോഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. സെൻഡ് വിത്തൗട്ട് നോട്ട് കൊടുക്കാം. ഫോളോ ചെയ്ത് നല്ലതാണ്. ഫോളോ ചെയ്താൽ കുഴപ്പമില്ല. അങ്ങനെയാണ് കണക്ഷൻ ചെയ്യേണ്ടത് കേട്ടോ. കണക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഓർമ്മ ക്ലിക്ക് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ബേസിക് കാര്യം പറഞ്ഞത്. അപ്പൊ ഞാൻ ആ കണക്ഷൻ നിങ്ങൾക്ക് ഞാൻ ഓരോന്നും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാം. എല്ലാവരും ചെയ്തോ? ഇതേപോലെ കണക്ട് ചെയ്യണം. ഇപ്പൊ ഫാത്തിമ മാത്രമാണ് എനിക്ക് അങ്ങനെ വന്നിരിക്കുന്നത്. ഫാത്തിമയുടെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട് കേട്ടോ. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോണേ. ഓക്കെ, എങ്ങനെയായിരിക്കണം ഒരു ഇൻസ്റ്റാഗ്രാം പേജ്. ഷഹ്മ സെൻഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരിക്കണം ഒരു ലിങ്ക്. എന്റെ ഓൾറെഡി കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. സുൽഫി ഞാനായിട്ട് ഓൾറെഡി കണക്ട് ആണെന്ന് തോന്നുന്നു. ഓക്കെ, കണക്റ്റഡ് അല്ലേ സുൽഫി? ആണ്. ഓക്കെ, വെരി ഗുഡ്. ബാക്കിയുള്ളവരൊക്കെ കണക്ട് ചെയ്യാം. നമ്മൾ ഇന്ന് മൊത്തം ലിങ്ക്ഡിനാണ്. നിങ്ങൾക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും ഇന്നത്തെ കേട്ടോ. നിങ്ങൾ ലിങ്ക്ഡിൻ കണക്ട് ചെയ്യാം. ലിങ്ക്ഡിൻ എനിക്ക് 19,000 എബവ് കണക്ഷൻസ് ഉള്ള ആളാണ്. ക്ലിയർ? ഇനി അടുത്താരെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക്ഡിൻ ഇതുപോലെ എടുക്കുക, കണക്ട് ചെയ്യാം. അയച്ചിട്ടുണ്ട് സാർ. പക്ഷെ എൻ്റെ വന്നിട്ടില്ല. എനിക്കിവിടെ 2 വന്നിട്ടുണ്ട്. ഫോളോ അല്ലേ ചെയ്യണ്ടേ, കണക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ കണക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫാത്തിമയുടെ അങ്ങനെ എടുത്ത് കാണിച്ചു തന്നത്. എങ്ങനെയാണ് കണക്ഷൻ ഡിഫറെന്റ്, ഫോളോ ഡിഫറെന്റ്.
ചെയ്താ? ആരൊക്കെ ചെയ്തോ? അയച്ചിട്ടുണ്ട് സാർ. ആ, ഇപ്പൊ എല്ലാവരുടെയും കണ്ടു. ഓക്കെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇരുന്ന് ചെയ്യണം. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോഴേക്കും സുൽഫിക്ക് അത്യാവശ്യം അറിയുന്നതായിരിക്കാം കേട്ടോ, കുഴപ്പമില്ല. അതെ സർ. ഓക്കെ, ഡോണ്ട് വറി. ഒന്നും കൂടി മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ആ, ഒരു കാര്യം വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കും പുതിയത്, കുറച്ചുകൂടി നിങ്ങൾ കറക്റ്റ് ചെയ്യും. യെസ് സർ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ലിങ്ക്ഡിനിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ സെറ്റ് ചെയ്ത് പോകണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് കണക്ഷൻ ഒന്നായിരിക്കും. ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കണക്ഷൻ ഒന്നായിരുന്നു. ഞാൻ അതിൽ നിന്നാണ് ഇവിടം വരെ എത്തിയത്. എല്ലാ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടുന്നതിന് സമയമെടുക്കും. അങ്ങനെ സമയം എടുക്കാണ്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ലോട്ടറി അടിക്കില്ല. പക്ഷെ അതുപോലെ തന്നെ അത് പോകും. സമയം എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. എഫേർട്ട് ഇട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ട്. സമയം എടുക്കും. എല്ലാ കാര്യത്തിനും സമയം എടുക്കും. സമയം എടുത്തിട്ടാണ് വലിയ വലിയ കാര്യങ്ങൾ നേടുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ റിസൾട്ട് നോക്കരുത്. നിങ്ങളൊരു കാര്യം ഇപ്പൊ ചെയ്ത് 6 മാസം കഴിഞ്ഞിട്ട് നോക്കുക. കൺസിസ്റ്റൻസി ആണ് വേണ്ടത്. നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ കൺസിസ്റ്റൻസി വേണം. എനിവേർ ലിങ്ക്ഡിൻ ഇന്ന് തുടങ്ങി നിങ്ങളിത് ഇങ്ങനെ സ്ലോലി ആണ് നമ്മൾ റിസൾട്ടിലേക്ക് വരാം. ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പൊ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. അത് ഫൗണ്ടഡ് ബൈ റെയ്ഡ് ഹോഫ്മാൻ ആണ്. 2002 പുള്ളി അത് ഇത് ചെയ്ത പുള്ളിനാണ് ഫോട്ടോ നിങ്ങൾ കണ്ടത്. മനസ്സിലായോ? ഇറ്റ് കണക്ട്സ് പ്രൊഫഷണൽസ് വേൾഡ് വൈഡ്. നമുക്ക് പലതരത്തിലുള്ള പ്രൊഫഷണൽസ് ആയിട്ട് കണക്ട് ചെയ്യാം. കാരണം അവരുടെ പ്രൊഫഷണൽ കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ടും കാണിക്കാറുണ്ട്. കുട്ടികൾ അങ്ങനെയുള്ളവരൊന്നല്ല ഇതിൽ ആക്റ്റീവ്. അവർ ജോലിക്കാർ, അതാണ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞാൽ അല്ലെ, സ്കില്ലുള്ളവർ അങ്ങനെയുള്ളവരാണ് ഇതിൽ ആക്റ്റീവ്. അല്ലാണ്ട് ലിങ്ക്ഡിനിൽ വന്നിട്ട് ഞാൻ ഹൗസ് വൈഫ്, ഐ ആം ഹിയർ ടു മേക്ക് സം ഫ്രണ്ട്സ്, ഇങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നുമല്ല ലിങ്ക്ഡിൻ. അതുകൊണ്ടാണ് പ്രൊഫഷണൽസ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലുകൾ, നിങ്ങളുടെ എക്സ്പെർട്ടൈസ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാം. അപ്പം അത് താല്പര്യമുള്ളവർ നിങ്ങളെ കണക്ട് ചെയ്യും. അതിനാണ് ബേസിക്കലി ഇത് ചെയ്യുക. ഇത് മൈക്രോസോഫ്റ്റ് അക്വയർഡ് ചെയ്തതാണ് 2016. ഞാനൊരു ജനുവരി ഇൻഫോർമേഷൻ പറയാം. ഞാൻ ഈ ഇൻഫോർമേഷൻ എനിക്ക് ഈ 2016 അക്വയർ എന്ന് പറഞ്ഞത്. പക്ഷെ ഞാൻ ഈ ലിങ്ക്ഡിൻ്റെ ക്ലാസ് വളരെ സീരിയസ്ലി എടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മാസം മുന്നേ എടുത്ത്. അപ്പോഴാണ് ഞാൻ ഈ സത്യത്തിൽ ഇൻഫോർമേഷൻ അറിയുന്നത്. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്തെങ്കിലും പഠിക്കും ഇതേപോലത്തെ ഒരു പ്രസന്റേഷനോ ചെറിയ ചെറിയ സെഷൻസ് ഒക്കെ എടുക്കാൻ നോക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഈ ട്രെയിനിങ് സെക്ഷനിലേക്ക് വന്നതിൻ്റെ കാര്യം പറയാം. ഇപ്പോഴാണ് ഞാൻ ട്രെയിനിങ് സെഷൻ വേറൊരു ലെവലിൽ ചെയ്യണത്. പണ്ട് ഞാൻ ട്രെയിനിങ് എടുത്തത് എനിക്കത് മാത്രം പ്രൊജക്റ്റിലുണ്ടായി. ഇപ്പോഴും പ്രൊജക്റ്റിലുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന അത്രമാത്രം കാര്യങ്ങൾ അപ്ഡേഷനിൽ വരുന്നതാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ അപ്പം തന്നെ ഇങ്ങനെ കാണും. ചിലർ ചോദിക്കും. നിങ്ങളായാലും പല ടൂളുകളും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിയുമ്പോൾ പുതിയ പുതിയ ചേഞ്ചസുകൾ കാണും. നിങ്ങൾ അപ്ഡേറ്റഡ് ആവും. പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല വേ ഓഫ് അപ്ഡേറ്റിംഗ്. ക്ലിയർ ആയോ? അപ്പോഴാണ് ഞാൻ ഈ സത്യത്തിൽ ഈ മൈക്രോസോഫ്റ്റിന്റെ കാര്യം ഞാൻ അറിയുന്നത്. എനിക്ക് അതൊരു ഷോക്കിംഗ് ഇൻഫോർമേഷൻ ആയിരുന്നു. ക്ലിയർ ആയോ? അത് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വീണ്ടും പറയാൻ കാര്യം ഇത് മൈക്രോസോഫ്റ്റ് ആണ് ഇപ്പോൾ ഇത് ഓൺ ചെയ്യുന്നത്, അല്ല ഓൺ ചെയ്യുന്നത്. വിത്ത് ഓവർ 900 മില്യൺ യൂസേഴ്സ് ആണ്. 900 മില്യൺ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര കോടി ഉണ്ടെന്ന് അറിയാമോ? ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 90 crore ആയിരിക്കാം അല്ലേ? 90 crore ശരിയാണോ? അല്ല, Yes, ഏ sir. Yes. 90 crore അല്ലേ? Yes, yes. ഉറപ്പാണോ? ഏ
90 crore ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത് പ്രൊഫഷണൽ. ഇനി ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ യൂസേഴ്സ് എവിടെ? USA-ലാണ്. 220, ഏകദേശം 220 മില്യൺ ആണ്. 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. 1 മില്യൺ 10 ലക്ഷം. 10 മില്യൺ എന്ന് പറയുന്നത് 1 crore. 10 മില്യൺ 1 crore. അപ്പൊ 22 കോടി ജനാണ് USA-ൽ ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. അപ്പൊ മനസ്സിലായോ? വെരി വെരി ഗുഡ് പ്ലാറ്റ്ഫോം ആണ്. വെരി വെരി ഗുഡ് തിങ്സ് ആണ് ഏത്? ഈ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഏജ് ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. കണ്ടോ? 59-60%, ഓൾമോസ്റ്റ് മോർ ദാൻ 50%, 25 to 34 years. അതിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഏജിലുള്ളവരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോം ലിങ്ക്ഡിൻ ആണ്. അതുപോലെ 35 to 54 years, അതും ഓൾമോസ്റ്റ് 18-19% ഉണ്ട്. ക്ലിയർ ആയോ? 18 to 24, 20% ഉള്ളൂ. അപ്പൊ ആ ഓഡിയൻസിന് പറ്റിയതല്ല ലിങ്ക്ഡിൻ എന്നാണ് കാണിക്കുന്നത്. ഏജ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലിങ്ക്ഡിൻ യൂസേഴ്സ് വേൾഡ് വൈഡ്. നമുക്കറിയാം, ഞാൻ ഓൾമോസ്റ്റ് കാണിച്ചെന്താണ്, 900 മില്യൺ യൂസേഴ്സിന് ഓരോ വർഷം ഇങ്ങനെ കൂടി വരാണ് പ്രൊഫഷണൽ. എനിക്ക് തോന്നുന്ന ഒരു വിത്തിൻ 2-3 yearsനുള്ളിൽ അമേരിക്കനെ നമ്മൾ വെട്ടിക്കും. കാരണം നമ്മുടെ പോപ്പുലേഷനാണ് കൂടുതൽ. എഡ്യൂക്കേഷനും ഇവിടുത്തെ IT-യും നോളജൊക്കെ കൂടി വരുന്നതനുസരിച്ച് ഇതിന്റെ വീണ്ടും സ്കോപ്പ് ഉണ്ട്. ഞാൻ ലിങ്ക്ഡിന്റെ മുംബൈ ഓഫീസ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിങ്ക്ഡിന്റെ മുംബൈ ഓഫീസിൽ ഞാൻ പോയിക്കുന്നതാണ്. ആ ഓഫീസും അവരുടെ ഒരു പ്രൊഫഷണൽ അപ്രോച്ചും അൺബിലീവബിൾ ആണ്. ഓക്കെ, ആ ഒരു സ്റ്റൈലുണ്ട് ആ ഓഫീസും അവിടുത്തെ എംപ്ലോയീസും അവരുടെ ബിസിനസ് വർക്കിനോടുള്ള അപ്രോച്ചൊക്കെ. സോ ഇറ്റ്സ് അൺബിലീവബിൾ. ഇൻഡസ്ട്രീസ്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ളവരാണ്, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലുള്ളവരാണ്, എഡ്യൂക്കേറ്റേഴ്സുമായി ബന്ധമുള്ളവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ്. ഫോർച്ചുനേറ്റ്ലി ഞാൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ വെരി ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതാണ്. എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കൂടുതലും കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി, അത് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ സർവീസ്, റീറ്റെയിൽ, കമ്പ്യൂട്ടർ, മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ്, ടെലികമ്മ്യൂണിക്കേഷൻ, ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ആണ്. ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഒക്കെ വളരെ കുറവാണ്. ക്ലിയർ ആയോ? ക്ലിയർ? എന്തെങ്കിലും ചോദിക്കാം? ക്ലിയർ ആയി സാർ. ഇനി നമ്മൾ ഞാൻ എൻ്റെ ഒരു ബേസിക് കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ കുറച്ചൊക്കെ ഒരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് വിചാരിച്ചിട്ടുണ്ടാവും ലിങ്ക്ഡിനെ കുറിച്ച്. ആരാണ് ഫൗണ്ട് ചെയ്ത്, ഇപ്പോൾ ആരാണ് ഓൺ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ യൂസർ എവിടെയാണ്, അല്ലെങ്കിൽ ഏത് തരം കാറ്റഗറിയിലുള്ളവരാണ്, ഏജ്, ഇതൊരു ജനറൽ ഇൻഫോർമേഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്തോളൂ. ടോപ്പ് ബേസിക് സ്റ്റെപ്സ് ഫോർ എ സ്ട്രോങ് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ആൻഡ് ബെറ്റർ. അത് നമ്മൾ ഇതിൽ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആദ്യം തന്നെ ഒരു പ്രൊഫഷണൽ പ്രൊഫൈൽ പിക്ചർ ആൻഡ് ബാനർ വേണം. ഇതിൽ ആർക്കൊക്കെ ബാനർ ഇല്ലെങ്കിൽ നല്ല ഒരു ഫോട്ടോ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യുക. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഞാൻ ലിങ്ക്ഡിൻ എടുത്ത് നോക്കാം. ശ്രുതി കൃഷ്ണ ഫോട്ടോ ഇട്ടിട്ടില്ല. ഫോട്ടോ ഉണ്ടോ? ഇല്ല സർ. ഇപ്പൊ തന്നെ ഇടാം. നിങ്ങളൊക്കെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആയത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ എന്നാണ്. നിങ്ങൾ അതിൽ ഒരുപാട് ഒരു പ്രൊഫഷണൽ ഫീൽ ഉണ്ടാക്കണം. നിങ്ങളുടെ പ്രൊഫൈൽ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചിരിക്കുന്നത് അത് നിങ്ങൾ അതിൽ കാണിക്കേണ്ടതാണ്. 0 ഫോളോവർ ആണ്, ആരെയും കണക്ട് ചെയ്തിട്ടില്ല. ക്ലിയർ ആയ ശ്രുതി? മനസ്സിലായി സർ. ഡോണ്ട് വറി, നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ അതിനെ പഠിക്കാനും കറക്റ്റ് ചെയ്യാനും പറ്റി. ക്ലിയർ ആയോ? നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാനിപ്പോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മനാസിന്റെ ഫോട്ടോ എന്ന് പറയുന്നത് ഒരു ഫ്രീക്കൻ സ്റ്റൈലുള്ള ഫോട്ടോ ആണ്. ഇവിടെ അതല്ല വേണ്ടത്. മനാസെ മനസ്സിലായോ?
മനസ്സിലായി സർ. പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ. പ്രൊഫഷണൽ ആയിട്ടുള്ള ഫോട്ടോ. ഇത് മനാഫ്സിനെ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാം, മറ്റേ ലേഡീസ് ഫാൻസിനൊക്കെ അട്രാക്ട് ചെയ്യാൻ പറ്റിയ ഫോട്ടോ ആണ്. ഓക്കെ. മനാസിന് ഞാൻ ഒരുപാട് അടുത്തറിയുന്ന ആളാണല്ലോ, അതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങളെല്ലാവരും ബ്രില്യൻ്റ് ആണ്. മനാസ് വെരി 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 ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണല്ലോ. ബേസിക്കലി വെരി ബ്രില്യൻ്റ് ആണ്. പുള്ളിക്ക് എല്ലാം അറിയാം ഡിജിറ്റൽ മാർക്കറ്റ്. എന്നാലും പുള്ളി ഒരു സെക്ഷന് കയറിയിരിക്കുന്നത്. പുള്ളി എന്തെങ്കിലും പഠിച്ചു കഴിയുമ്പോൾ ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാടി ഓക്കെ എന്ന് പറയേണ്ട. പുള്ളിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം അറിയാം. എവറിത്തിങ്. ഗൂഗിൾ ആഡ്സ്, SEO, സോഷ്യൽ മീഡിയ, ഹി നോസ് എവറിത്തിങ്. പക്ഷെ ഈ സെക്ഷനൊന്നും പുള്ളിക്ക് അറിയില്ല, അതുകൊണ്ട് കയറിക്കുന്നതാണ്. അപ്പൊ മനാസ് ഫോട്ടോ പ്രൊഫഷണൽ ഫോട്ടോ ഇടാം കേട്ടോ. ഓക്കെ സർ. ഷെഹ്മയുടെ ഫോട്ടോ കലക്കി കേട്ടോ. ഷെഹ്മ നല്ല രസത്തിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും ഷെഹ്മയുടെ ഫോട്ടോയ്ക്ക് ഒരു അട്രാക്ഷൻ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഫോട്ടോ ആണ് എല്ലാവരും ഇടുന്നത്. സുൽഫിയുടെ ഫോട്ടോ നല്ലതാണ്. സുൽഫിയുടെ ഫോട്ടോയ്ക്കുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാല് ഫേസ് കുറച്ചും കൂടി അറിയണം, കാണണം. അത് കമ്പനിന്ന് എടുത്തിട്ട് അത് എല്ലായിടത്തും പ്രൊഫൈൽ ആക്കി ഇടാൻ പറഞ്ഞത്. ഇവിടുന്ന് തന്നെ എടുത്ത് അവര് തന്നെ എടുപ്പിച്ചിട്ട് അത് തന്നെ എല്ലായിടത്തും പ്രൊഫൈൽ ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടി കണക്ഷൻസ് ബിൽഡ് ചെയ്യണം കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യുക. എല്ലാ ദിവസവും നിങ്ങൾ ലിങ്ക്ഡിനിൽ എടുത്തിട്ട് ചെയ്യുക. അതുപോലെ ഫാത്തിമ ചെയ്തിരിക്കുന്ന ഫാമിലി ഫോട്ടോ ആണ്. ഫാമിലി ഫോട്ടോ ഇടരുത്, നിങ്ങളുടെ സിംഗിൾ ഫോട്ടോ ആയിരിക്കണം. ഡോണ്ട് വറി, നിങ്ങളിതൊക്കെ ഞാൻ ഓരോന്നും പറയണത് കറക്റ്റ് ചെയ്യാനാണ് കേട്ടോ. നിങ്ങൾ പോസിറ്റീവിൽ എടുക്കണം കേട്ടോ. നിങ്ങളിവിടെ പഠിക്കാൻ വന്നിരിക്കുന്നത് കറക്റ്റ് ചെയ്യാനൊക്കെയാണ്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീടായാലും ഹെൽപ്പുകൾ ചെയ്യും. അയ്യോ അങ്ങനെ ഒന്ന് ചെയ്തല്ലോ നന്നായാലോ, പിന്നീട് ഇത് ചെയ്തല്ലോ നന്നായാലോ എന്നൊക്കെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ടാണ് എല്ലാവരും ലിങ്ക്ഡിനിൽ ചെയ്യാൻ പറഞ്ഞത്. ലിങ്ക്ഡിനിൽ അതുകൊണ്ടാണ് ആദ്യം തന്നെ നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോ അല്ലെങ്കിൽ ഒരു ബാനർ ഇടാൻ പറയുന്നത്. ക്ലിയർ? അതിനാണ് ഞാനിവിടെ ഉണ്ടോ യൂണിവേഴ്സിറ്റി പ്രൊഫഷണൽ ഹെഡ് ഷോട്ട് വിത്ത് ബാനർ ഷോയിങ് ദയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ എ കീ മെസ്സേജ്. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്പല്ലിംഗ് ഹെഡ്ലൈൻ. ഇപ്പൊ നിങ്ങൾ എൻ്റെ ഹെഡ്ലൈൻ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ ഹെഡ്ലൈൻ കാണുമ്പോൾ ഞാനെന്ത് വലിയ സംഭവം എന്ന് വിചാരിക്കും. പക്ഷെ വലിയ സംഭവമല്ല. എന്നാലും ഇതാണ് കമ്പല്ലിംഗ് ഹെഡ്ലൈൻ. എൻ്റെ ഹെഡ്ലൈനിൽ വന്നാൽ എല്ലാവർക്കും അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെഡ്ലൈൻ സൂപ്പർ ഹെഡ്ലൈൻ ഇപ്പൊ തന്നെ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചാറ്റ് GPT ഹെൽപ്പ് എടുക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ മേഖലയിലാണ് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ കാണിക്കാം ബേസിക്കലി. ഓക്കെ, അതാണ് കമ്പല്ലിംഗ് ഹെഡ്ലൈൻ. ക്ലിയർ? കാരണം ഒരാളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് കമ്പല്ലിംഗ് ഹെഡ്ലൈൻ ആണ്. മനസ്സിലായോ? ഇല്ല. യെസ് സർ. പെട്ടെന്ന് ചെയ്യാം. ഓക്കെ, ഞാനൊന്ന് കാണട്ടെ. ഇപ്പൊ സുൽഫിയുടെ എടുത്തിട്ടുണ്ട്. സുൽഫിയുടെ സീനിയർ അഡ്മിഷൻ കൗൺസിലർ അറ്റ് അറ്റ്ലസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ കണ്ടോ. അപ്പൊ അതിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും അവർ എവിടെയാണ് എന്താന്നുള്ളത്. ഇനി സുൽഫിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അതിലൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ സുൽഫി വേണമെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണതല്ലേ, അപ്പൊ അതങ്ങനത്തെ ആ സാധനം കൂടി നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. മനസ്സിലായി? നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പല രീതിയിലും. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേറൊരു കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ ചാറ്റ് GPT ഉപയോഗിച്ചിട്ട് നിങ്ങൾ എഴുതുക, അങ്ങനെ കൊടുക്കുക, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാം പ്ലസ് ഞാനൊരു അക്കാഡമിക് കൗൺസിലർ ആണ്, സീനിയർ. അപ്പൊ ഇതിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഫൈൽ തരാൻ പറഞ്ഞാൽ അവർ തരും വേണമെങ്കിൽ. മനസ്സിലായി? അപ്പൊ നിങ്ങളുടെ സ്കില്ലുകൾ കാണിക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ, ഇതാണ്. IT സ്കില്ലൊക്കെ ഉണ്ടല്ലോ, IT അതൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ അറിയുകയും ചെയ്യാം. പ്ലസ് ഞാനൊരു അക്കാഡമിക് കൗൺസിലർ ആണ് എന്നുള്ള കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല നല്ല കമ്പനികളിൽ നല്ല ഹൈ പ്രൊഫൈലിലേക്കുള്ള സാധനങ്ങൾ വരാം. ഇപ്പൊ തന്നെ ചെയ്ത് പോവാം നിങ്ങൾ.
നിങ്ങൾ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ വന്നോളൂ. ഞാൻ പറഞ്ഞ ചെയ്ത് നിങ്ങൾ പോയാൽ കറക്റ്റ് ചെയ്ത് പോയി. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുറച്ച് പേരൊക്കെ എല്ലാവരും കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അങ്ങനെ ഞാൻ അതിലേക്ക് വരുന്നത്, എല്ലാവരും അതിലേക്കാണ് വരുന്നത്. ഓക്കെ ഓക്കെ സർ, താങ്ക് യു. അതാണ് കമ്പല്ലിംഗ് ഹെഡ്ലൈൻ. കണ്ടോ ഇവിടെയൊക്കെ എക്സാമ്പിൾ: ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് എക്സൽ, പ്രൊഫസർ ആൻഡ് കരിയർ മെന്റർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എന്റെ തന്നെ കണ്ടില്ല, ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ട്. എവിടെയാണ് ഹെഡ്ലൈൻ ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ട്. എവിടെ ചെയ്യാ? അതാണ്, നിങ്ങൾ എഡിറ്റ് എടുക്കണം. അത് സ്ക്രീൻ ഷെയർ ചെയ്തോ, എനിക്കത് അറിയാതെ. നിങ്ങൾ ചോദിക്കട്ടോ, ആവശ്യക്കാര് ചോദിക്കുക. ഞാൻ ജെന്യുവൻലി പറയാണ്, നിങ്ങൾ ചോദിക്കുക. നിങ്ങളോട് മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളെ ഞാൻ എല്ലാവരും അറിയുന്നത് കൊണ്ടാണ് ഞാനിത്, എനിക്കറിയാം നിങ്ങളോട് സ്റ്റക്ക് ആയിട്ട് എടുക്കണ്ടാവുന്നു. ഓക്കെ, അവിടെ റൈറ്റ് അത് ക്ലിക്ക് ചെയ്യാം. താഴേക്ക് താത്തിക്ക് ഹെഡ്ലൈൻ കണ്ടോ? അവിടെ ടൈപ്പ് ചെയ്യുക. എന്താ നിങ്ങളുടെ പരിപാടി ശരിക്കും? അത് ഇത് ഡിലീറ്റ് ചെയ്തോളഞ്ഞേ. നിങ്ങളിപ്പോ ഹസ്ബൻഡിന്റെ ബിസിനസ് ചെയ്യാറ് ഡിജിറ്റൽ മാർക്കറ്റർ അല്ല ഇപ്പൊ അവിടുത്തെ? ക്യാപിറ്റൽ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കുക. ഡിജിറ്റൽ മാർക്കറ്റർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെർട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. എം ക്യാപിറ്റൽ കേട്ടോ, ഡോണ്ട് വറി. എം ക്യാപിറ്റൽ. വെയിറ്റ് സേവ് ചെയ്യില്ല. സ്ക്രീൻ ഷെയർ ചെയ്യേ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട്. എവിടെ നിങ്ങളുടെ കമ്പനി അറ്റുന്നത്? അറ്റ് നിങ്ങളുടെ കമ്പനിയുടെ പേര് തൊട്ടാ എം ക്യാപിറ്റൽ ഇത്. ION TION ഇന്റർനാഷണൽ AL ജുക്കിയ ഇന്റർനാഷണൽ. അത് എന്ത് കമ്പനി? അത് ഒരു ഹൈഫൺ ഇട്ടാണ് കമ്പനിയെ കുറിച്ച് എഴുതി. ഒരു ഹൈഫൺ ഇട്ടേ. അല്ലല്ല, ഹൈഫൺ മതി. ഒരു സ്പേസ് എടുക്കി. എന്ത് കമ്പനി അത്? ആർട്ടിഫിഷ്യൽ ICIAL, ആർട്ടിഫിഷ്യൽ FICIAL, ആർട്ടിഫിഷ്യൽ ഗ്രാസ്. വെരി ഗുഡ്. കണ്ടോ എന്താണ്? ആർട്ടിഫിഷ്യൽ ഗ്രാസ് മതി. ആർട്ടിഫിഷ്യൽ ഗ്രാസ് മനസ്സിലായോ? കണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പെക്ടഡ് റുക്കിയ ഇന്റർനാഷണൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ്. ഓക്കെ, അതാണ്. സേവ് അടിച്ചേ. ഇൻഡസ്ട്രി കൊടുക്കുക. എന്ത് തരം ഇൻഡസ്ട്രി ആണ് അവിടെ? അത് വേണ്ട തൊട്ട് മുന്നെടുത്ത് ഫാത്തിമേനെ എടുക്ക്. അവിടെ നിങ്ങൾ ഇതല്ലേ, ഇമ്പോർട്ട് അല്ലേ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് അല്ലേ? അത് ഇമ്പോർട്ട് എന്ന് കൊടുത്തേ. ഹോൾസെയിൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് എന്ന് കൊടുത്തോ. സേവ് അടിച്ചേ. നോ താങ്ക്സ് അടി, നോ താങ്ക്സ്. കണ്ട അവിടെ അത് വന്നോ? ഫാത്തിമ വന്നോ? പോണില്ല, വിടില്ല. അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, വന്നു. അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ.
കണ്ട. അപ്പൊ ഇനി നിങ്ങൾ ഇതിന്റെ ബ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് ഇപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ ഒരാൾ നോക്കി, നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഇപ്പൊ ഫാത്തിമ എങ്ങനത്തെ തരം കസ്റ്റമറാ? നിങ്ങളുടെ ഏത് ലൊക്കേഷനിലുള്ളവരാ? ആർട്ടിഫിഷ്യൽ ഗ്യാസ് കോഴിക്കോട്, കൊച്ചി, കൊല്ലം. അപ്പൊ എങ്ങനെയുള്ളവർ വാങ്ങണം? ഇൻഡസ്ട്രി ഉള്ളവരാണോ? എന്ത് തരം അതെ ആൾക്കാരാ? അതെ അതെ. ഈ ഇന്റീരിയർ വർക്ക് മേടിക്കും. പിന്നെ അങ്ങനെ ഇന്റീരിയർ വർക്കാർ വാങ്ങണം അല്ലേ? വെരി ഉം. ഗുഡ്. അപ്പൊ ഞാൻ എങ്ങനെയാന്ന് അതിന് വേറെ ഹെൽപ്പ് ചെയ്തുതരാം. ഒന്നും കൂടി സ്ക്രീൻ ഷെയർ ചെയ്ത് വെരി ഇമ്പോർട്ടന്റ് കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇന്റീരിയർ വർക്കുള്ള ഒരാൾക്കാരായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. എടുക്കും, സ്ക്രീൻ ഷെയർ ചെയ്യും. ഇനി ഏറ്റവും ടോപ്പിൽ സെർച്ച് എന്നുണ്ട്. സെർച്ച് എല്ലാവരും ഇത് ചെയ്യണോട്ടെ. സെർച്ച് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ എന്നിട്ട് സെർച്ച് ചെയ്യേണ്ടത് ഇന്റീരിയർ എന്ന് സെർച്ച് ചെയ്യുക. ഇന്റീരിയർ എൻ്റർ അടിച്ചോ. തെറ്റിക്കോട്ടെ, സ്പെല്ലിംഗ് തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ. ഇനി നിങ്ങൾ എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പീപ്പിൾ എന്നുണ്ട്. പീപ്പിൾ എന്നുള്ള ഹെഡിങ് കണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. തൊട്ട് മുകളിൽ ഗ്രൂപ്പ് അത് തന്നെ പീപ്പിൾ കണ്ടപ്പോ ഇന്റീരിയർ ഡിസൈനർ തോന്നുന്നു അല്ലേ? ഇനി അവിടെ ലൊക്കേഷൻ കണ്ട, ലൊക്കേഷൻ മുകളില് ഓക്കെ. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് കാലിക്കറ്റ് നോക്കുക. കാലിക്കറ്റ് സെർച്ച് ചെയ്യുക. കാലിക്കറ്റ് എല്ലാവരും ഇത് പഠിക്കണം. കോഴിക്കോട് വന്നിട്ടുണ്ട്, സെർച്ച് ചെയ്യുക. വെരി ഗുഡ്. ഷോ റിസൾട്ട് അടിക്കുക. അപ്പൊ കോഴിക്കോടുള്ള ഇന്റീരിയർ ഡിസൈനർ ആര് വന്നു? കണ്ടോ? ശ്രീജ നാരായണൻ, ഇന്റീരിയർ ഡിസൈനർ. കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ശ്രീജ നാരായണൻ നിങ്ങൾ ഓപ്പൺ ചെയ്തേ. ശ്രീജ നാരായണൻ ഓപ്പൺ ചെയ്യാം. കണ്ടോ? ആളെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കണക്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോട്ട് കൊടുക്കാം. ആഡ് എ നോട്ട് എന്ന് പറഞ്ഞ ചെറിയൊരു മെസ്സേജ് കൊടുത്തിട്ട് അവരെ കണക്ട് ചെയ്യാം. മനസ്സിലായോ? സെൻഡ് വിത്തൗട്ടും കൊടുക്കാം. നോട്ട് നൗ അടിക്കും. നോട്ട് നൗ. ക്ലിയർ? ഇങ്ങനെ നിങ്ങൾക്ക് അപ്പൊ അവര് നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾ ഈ ഫീൽഡിലുള്ള ഒരാള്. എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ഫാത്തിമയ്ക്ക് ഭയങ്കര സ്കോപ്പ് ഉണ്ട് ഇതില്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറെ കണ്ടെത്താം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായി സർ. ഇൻട്രസ്റ്റിംഗ്. യെസ് സർ. Yes, sir. സുൽഫിക്ക് ഇത് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട് സർ. ലിങ്ക്ഡിൻ കണക്ട് ചെയ്ത് നമ്മൾ പക്ഷെ നിങ്ങൾക്ക് വളരെ കുറച്ച് കണക്ഷൻസ് ഉള്ളല്ലോ. ഞാൻ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുന്നതാണ്. നിങ്ങൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. ശരിക്കും നല്ല രീതിയിൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് എഡ്യൂക്കേഷൻ. നിങ്ങൾ കണ്ടല്ലോ, എഡ്യൂക്കേഷൻ സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ. ഇതുപോലെ നിങ്ങൾ എല്ലാവരും കണക്ഷൻസ് ബിൽഡ് ചെയ്യണം. എങ്ങനെയാണ്? നിങ്ങളുടെ മേഖലയിലുള്ളവരായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അപ്പൊ അവർ നിങ്ങളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ അവർ കണക്ട് ചെയ്യുമ്പോൾ അവർ പ്രൊഫൈൽ എടുത്ത് നോക്കും. അവർ ഓക്കെ അടിക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പൊ അവർക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എഴുതുമ്പോഴാണ് അവർക്ക് അറിയാൻ പറ്റും ഓക്കെ നിങ്ങൾ ഈ ഫീൽഡിലുള്ളതാണ്. ക്ലിയർ ആയോ? ഗുഡ്. അടുത്തത് അതിന്റെ കമ്പല്ലിംഗ് ഹെഡ്ലൈൻ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്തെല്ലാരും. ഓപ്റ്റിമൈസ്ഡ് അബൌട്ട് സെക്ഷൻ കണ്ടോ? ടെൽ യുവർ സ്റ്റോറി, എക്സ്പെർട്ടൈസ്, അച്ചീവ്മെന്റിന്റെ കോൺസൈൻസ് നിങ്ങൾ അതിൽ എഴുതണം. നിങ്ങളുടെ അബൌട്ട് സെക്ഷൻ ഉണ്ട്. അബൌട്ട് സെക്ഷൻ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഓടിച്ച് എഴുതാൻ പോയില്ല. നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ ഏതൊക്കെ മേഖലയിലാണ് എക്സ്പീരിയൻസ്. ഇപ്പൊ ഫാത്തിമ ആണെങ്കിൽ നിങ്ങളെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് എന്തൊക്കെയാണ്, ആർക്കൊക്കെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് അതിന്റെ എക്സ്പീരിയൻസ്, എത്ര വർഷമായി, ഇതൊക്കെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പൊ സുൽഫി ആണെങ്കിൽ സുൽഫിക്ക് ഇത്ര വർഷമായിട്ട് എനിക്ക് കരിയറിൽ ഇതുണ്ട്, എനിക്ക് ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട്, എവറിത്തിങ് നിങ്ങൾക്ക് യു ക്യാൻ മെൻഷൻ ഇൻ അബൌട്ട് സെക്ഷൻ. എവരിബഡി ഈസ് ക്ലിയർ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. സോ ബി ആക്റ്റീവ് എവറി ഡേ ഓൺ ലിങ്ക്ഡിൻ. എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക, മെസ്സേജസ് ഒക്കെ നോക്കുക, ആക്റ്റീവ് ആവുക. ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് ലോട്ട് ഓഫ് ടൈം ഓൺ ഇൻസ്റ്റാഗ്രാം, നിങ്ങൾ ഇവിടെയാണ് ആക്റ്റീവ് ആവേണ്ടത്. ക്ലിയർ ആയോ?
അതേപോലെ അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും സ്കിൽസുകളൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. ഇതിനു മുന്നേ ഏതൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്തു, ക്ലിയർ ആയോ? നിങ്ങളുടെ എക്സ്പെർട്ടൈസ് എല്ലാം നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റും. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണിക്കാം. എഡ്യൂക്കേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻസ്, നിങ്ങളുടെ സ്കില്ലുകൾ, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കേഷൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് കാണിക്കാം. അതുകൊണ്ടാണ് ഇതിനെ പ്രൊഫഷണൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ നെറ്റ്വർക്ക്, പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ ഇത് നിങ്ങളുടെ ലിങ്ക്ഡിനിൽ കുറച്ച് സമയം എടുത്തിട്ട് കൃത്യമായിട്ട് ചെയ്യല്ല. ഏത് വർഷമാണ് പഠിച്ച്, അതിനുശേഷം ഏതൊക്കെ കമ്പനിയിൽ ജോലി ചെയ്തു, എന്തൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല പ്രൊഫൈൽ ഫോട്ടോ ഇടുക, നല്ല ഹെഡിങ് കാണിക്കുക, നിങ്ങളുടെ എല്ലാ സ്കില്ലുകളും കാണിക്കുക, നല്ല ഫോട്ടോ ഇടുക. ആരെങ്കിലും വരുമ്പോൾ തന്നെ ഒരു ഇംപ്രസ്ഡ് ആവും, കുറച്ച് കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. ഓക്കെ, കണ്ടോ? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകൾ ഇടുക. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എൻ്റെ ലിങ്കിൽ എടുത്ത് നോക്കിയാൽ മതി. ഞാൻ അത്യാവശ്യം കുറെ ചെയ്തിരിക്കുന്ന ആളാണ്. ഞാൻ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ കോഴ്സിന്റെ ബാനർ ഇടാറുണ്ട്. ഇപ്പൊ ഞാനൊരു പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നുണ്ട്, അത് ഇടുന്നുണ്ട്. വേറെ കോഴ്സിന്റെ ഉണ്ട്. ഞാൻ ഒരു കോളേജുകളിൽ ഇവന്റ് നടത്തും, അതിന്റെ ഫോട്ടോ, അതിന്റെ ഇതുപോലെ നിങ്ങളെ കണ്ടന്റുകളൊക്കെ എഴുതണം. കണ്ടന്റുകളൊക്കെ എഴുതുക. അതേപോലെ തന്നെ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതെൻ്റെ പ്രൊഫഷനാണ്. ഞാൻ വേറൊരു കോളേജിൽ എടുത്ത സെഷൻസ്, ഓക്കെ, അത് അടുത്ത കോളേജിൽ എടുത്തത്. ഒരു എഡ്യൂക്കേഷൻ്റെ വർക്ക്ഷോപ്പ് എടുത്തായിരുന്നു. ഇപ്പം ഞാൻ ഹയർ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ടുള്ളത്. വീണ്ടും വേറൊരു വർക്ക്ഷോപ്പ് എടുത്തത്. കണ്ട, ഞാൻ എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞത് അവിടെ. ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഷോപ്പ് എടുത്തത്, വേറെ കോളേജിൽ എടുത്തത്. ക്ലിയർ? മനസ്സിലായോ? ഇങ്ങനത്തെ അപ്ഡേറ്റ്സുകൾ നിങ്ങൾ റെഗുലർലി ചെയ്യും. ഞാനൊരു ഡാറ്റ അനലിറ്റിക്സിന്റെ ക്ലാസ് പഠിച്ചായിരുന്നു, അപ്പൊ അതിന്റെ സർട്ടിഫിക്കേഷൻ. ക്ലിയർ ആയോ? അപ്പൊ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക, അല്ലാണ്ട് നാളെ തന്നെ പോയി ഒരുപാട് പോസ്റ്റ് ഇടാനല്ല ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആക്റ്റീവ് ആവാ. ക്ലിയർ? മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ എക്സാമ്പിൾ പറഞ്ഞ ഫാത്തിമയ്ക്ക് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, ഫാത്തിമ ഒരു ഓർഡർ ഇമ്പോർട്ട് തന്നു, അല്ല ഒരു കണ്ടെയ്നർ ഇമ്പോർട്ട്. നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ് ഒക്കെ ഇടാൻ വേണമെങ്കിൽ, ഞാൻ ഒരു ന്യൂ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്, ദീസ് ആർ ദ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇടാം. ക്ലിയർ ആയോ? എവരിബഡി ക്ലിയർ? Yes, sir. അതുപോലെ തന്നെ സുൽഫിക്കാണെങ്കിൽ നിങ്ങളുടെ അക്കാഡമിക് കൗൺസിലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങൾ, കരിയർ ടിപ്സുകൾ ഇടാം. ഒരു സ്റ്റുഡന്റ് എടുക്കുമ്പോൾ, കോഴ്സുകൾ എടുക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ഇട്ട് നിങ്ങൾ ആ മേഖലയിൽ വലിയൊരു ഇൻഫ്ലുവൻസർ ആവും. സുൽഫിക്ക് മനസ്സിലായോ? എവറി ഡേ യു ട്രൈ ടു പോസ്റ്റ് സംതിങ്, കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കാഡമിക് കൗൺസിലർ ആണ്, അക്കാഡമിക് കൗൺസിലർ സ്കില്ല് കാണിച്ചിട്ടാവുന്നതാണ് കരിയർ കൗൺസിലർ ആവുക. മനസ്സിലായോ? കാരണം നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് അറിയാൻ പറയും ഒരു കുട്ടിക്ക് ഇന്ന കോഴ്സാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് കരിയർ കൗൺസിലിംഗ്. അക്കാഡമിക് കൗൺസിലറിന്റെ അടുത്ത ലെവലാണ് കരിയർ കൗൺസിലിംഗ്. അപ്പൊ അത് നിങ്ങൾക്ക് ആവണമെങ്കിൽ, അതിലുള്ള ഇൻഫ്ലുവൻസർ ആവാൻ നിങ്ങൾക്ക്, അപ്പൊ അതിനാവണമെങ്കിൽ ഡെയിലി നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. എങ്ങനത്തെ കോഴ്സുകൾ എടുക്കണം, എന്തൊക്കെയാണ് പഠിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ. നിങ്ങൾ ഒരുപാട് ലോട്ട് ഓഫ് ഇൻഫോർമേഷൻ നിങ്ങൾ റിസർച്ച് നടത്തുന്നു, അതൊക്കെ നിങ്ങൾ അതിൽ ഇടാൻ നോക്കുക. നിങ്ങളുടെ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട് ചെയ്യാം. ഇപ്പൊ എന്റെ ഓഫീസിലുള്ള അക്കാഡമിക് കൗൺസിലർമാരുണ്ട്, അവരുടെ അടുത്ത് ഞാൻ ലിങ്ക്ഡിൻ ആക്റ്റീവ് ആകാൻ പറഞ്ഞേക്കാണ്. ഞാൻ അവരെ കാണിച്ചു തരാം അവരെന്തുള്ള ചെയ്യണമെന്നുള്ളത്. എൻ്റെ ഓഫീസിലുള്ള അക്കാഡമിക് കൗൺസിലർമാരാണ് അവര്. ലിങ്ക്ഡിൻ ഇപ്പൊ കുറച്ച് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്, ഞാൻ വന്നതിന് ശേഷമാണ് ലിങ്ക്ഡിൻ തുടങ്ങിയത്. ഇപ്പൊ ഒരു നൗറിൻ എന്ന് പറഞ്ഞ നമ്മുടെ HR ആണ് കേട്ടോ അവിടുത്തെ. ഇപ്പൊ നമ്മുടെ വേണ്ട ആള് HR മാനേജർ, ഇന്റർണൽ ലീഡ്സ് ട്രെയിനിങ്, നമ്പർ 1 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹയറിംഗ് എന്നൊക്കെ എഴുതിയിരിക്കുന്നു. ഇതൊക്കെ ഞാൻ ആളെ കൊണ്ട് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ആള് ജോയിൻ ചെയ്ത് ഇപ്പൊ ഒരു മാസം ആയിട്ടില്ല, അപ്പോഴേക്കും ആൾക്ക് 803 ഫോളോവർ കണക്ഷൻസ് ആള് ബിൽഡ് ചെയ്തെടുത്തു.
എല്ലാവരും ഓഫീസിലുള്ള എല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ്. അതേപോലെ തന്നെ കണ്ട ഇതുപോലത്തെ പോസ്റ്റ് ഇടും. ഇതേപോലത്തെ കണ്ട ആളിട്ടക്കണ പോസ്റ്റാണ്. ആളവിടെ എന്നെ ടാഗ് ചെയ്തിട്ടുണ്ട്. സുൽഫിക്ക് ഇത് ചെയ്യാം. Yes, sir. മനസ്സിലായോ? നിങ്ങളുടെ കോഴ്സ് നിങ്ങളുടെ മനസ്സിലായി. കമ്പനി വിൽ വെരി ഇംപ്രസ്ഡ്. വെരി ഇംപ്രസ്ഡ്. ഇതിപ്പോ അടുത്ത കുട്ടി ചെയ്തിട്ടുണ്ട്. ഫ്ലോവിയ എന്ന് പറഞ്ഞ അടുത്തൊരു കൗൺസിലർ ഉണ്ട് കേട്ടോ, ഫ്ലോവിയ തോമസ്. അവരൊക്കെ നല്ല ഫോട്ടോ ഞാൻ ഇടിപ്പിച്ചു തന്നതൊക്കെ കണ്ട, നല്ല ഫോട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അവർക്ക് തോന്നുന്നു കണ്ട, അവർ എഴുതിയിട്ട് അക്കാഡമിക് കൗൺസിലർ ഇന്റർണൽ ലീഡ്സ് ട്രെയിനിങ് കണ്ടോ. ഈ കുട്ടിക്ക് ഇപ്പൊ വന്നിട്ടുള്ള അപ്പോഴേക്ക് 78 കണക്ഷൻസ് ബിൽഡ് ചെയ്തു. അവരിതേപോലെ പല കാര്യങ്ങളും ആക്ടിവിറ്റി ചെയ്യുകയാണ്. ഐഡിയ കിട്ടിയ എല്ലാവർക്കും? Yes, sir. ഗുഡ്. ഞാൻ ഓരോരുത്തരുടെ പേര് ഓരോരുത്തർ കണക്ട് ചെയ്ത് മനസ്സിലാവാനുണ്ട്. ഓരോരുത്തരുടെ പേരുകൾ പഠനം നിങ്ങൾ ഇതിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാനാണ് പറയുന്നത് ഞാൻ. നെറ്റ്വർക്കിംഗ് ആൻഡ് കണക്ടിങ് വിത്ത് ഇൻഡസ്ട്രി ലീഡർ. ഞാനിപ്പോ ഫാത്തിമ ചെയ്ത പരിപാടിയാണ്. ഫാത്തിമ അടുത്ത് കാണിച്ചതാണ്. നിങ്ങളുടെ മേഖലയുള്ളവർ എങ്ങനെ കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അവർ ഇതേപോലെ പല കാര്യങ്ങളും ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും. ക്ലിയർ ആയോ? അതാണ് നെറ്റ്വർക്കിംഗ് ആൻഡ് കണക്ടിങ് വിത്ത് ഇൻഡസ്ട്രി ലീഡർ എന്ന് പറയുന്നത്. റെക്കമെൻഡേഷൻ ആൻഡ് എൻഡോഴ്സ്മെന്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ പ്രൊഫൈൽ എടുത്താൽ കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അടിയിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ക്ലയന്റുകളുടെ അടുത്തോ കസ്റ്റമറിന്റെ അടുത്തോ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറയാം. അതുകൊണ്ട് നിങ്ങളുടെ സ്കില്ലുകളൊക്കെ കാണിക്കാം. പലതരം റെക്കമെൻഡേഷൻസ് കണ്ടോ. അതായത് ഇപ്പൊ നിങ്ങൾ ഒരാളായിട്ട് വർക്ക് ചെയ്തു, ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കുറിച്ച് ഇവിടെ നിങ്ങൾക്ക് കൂടെ ഇടാം, റെക്കമെൻഡ് ചെയ്യാം. ഞാനിങ്ങനെ ഇന്റർണൽ ലീഡ്സ് ട്രെയിനിങ്ങിൽ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് അറിയില്ല, നിങ്ങളത് ഇഷ്ടമായി നിങ്ങൾക്ക് നല്ല ക്ലാസ് ആണെന്നൊക്കെ റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ എനിക്ക് ഒരുപാട് റെക്കമെൻഡേഷൻസ് വരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ റിവ്യൂ. മറ്റേ റിവ്യൂ നടത്തുന്നത് നമ്മളൊരു സ്ഥാപനത്തിന് വെച്ചിട്ടാണ് റിവ്യൂ ചെയ്യണം, അല്ലെ ഗൂഗിളിൽ റിവ്യൂ നടത്തുന്നത്. ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ഗുഡ്. ഇവിടെ നമ്മൾ എന്താണ് പ്രൊഫഷണൽസ്, ഒരു വ്യക്തിനെയാണ് ചെയ്യണേ. ഓക്കെ, ഹി ഈസ് എ ഗുഡ് പ്രൊഫഷണൽ. അതിനാണ് റെക്കമെൻഡേഷൻ. നിങ്ങളൊരു കമ്പനിയിലേക്ക് എടുക്കുന്നതിന് മുന്നേ അവർ നോക്കും നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ. എവ്രിബഡീസ് എന്നിട്ട് പറയാം ഇപ്പൊ വാച്ച് ചെയ്യും. നിങ്ങളപ്പോൾ ഒരുപാട് നിങ്ങളുടെ വർക്ക് ചെയ്യുന്നവരും നെറ്റ്വർക്കിലുള്ളവരിനൊക്കെ നിങ്ങൾ റെക്കമെൻഡേഷൻസ് എടുക്കാൻ നോക്കുക. ഞാൻ ഈ പറയുന്ന ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? Yes, sir. മനസ്സിലായി. ബാക്കി മനസ്സിലാവാത്തവർ ചോദിക്കട്ടോ. ഞാൻ നിങ്ങൾക്ക് ബാക്കി എല്ലാവരും ചോദിക്കാം. നിങ്ങൾക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് പറയുന്നത്. ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? സുൽഫി അല്ല ശ്രുതി കിട്ടുന്നുണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണത്. നിങ്ങൾക്കല്ല, എല്ലാവർക്കും. അപ്പൊ നിങ്ങൾ ഇത് ഇപ്പൊ തന്നെ നാളെ ഞാൻ എടുക്കുന്നതിന്റെ പെയ്ഡ് വെർഷൻ ആണ്. ലിങ്ക്ഡിന്റെ പെയ്ഡ് വെർഷൻ ആണ് ലിങ്ക്ഡിൽ ആഡ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ നാളെ വരുന്നതിന് മുന്നേ എല്ലാവരും എല്ലാ സാധനവും എന്നിട്ട് പറയാ കംപ്ലീറ്റ് ആക്കിയിട്ടേ വരാൻ പോകുന്നിട്ട് ഞാൻ എടുക്കുള്ളൂ. അത് മസ്റ്റാണ്, മാൻഡേറ്ററി ആണ്. നിങ്ങളുടെ എല്ലാ സെഷൻസും പ്രോപ്പർലി ഫില്ല് ചെയ്യണം. നല്ല ഫോട്ടോ, ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രൊഫഷണൽ ഫോട്ടോ ആണെങ്കിൽ അത് വെക്കണം. നല്ല പ്രൊഫൈൽ കൊടുക്കണം. അങ്ങോട്ട് എല്ലാവരും ചെയ്യണം. ഞാനത് ചെക്ക് ചെയ്യും നാളെ കേട്ടോ. നിങ്ങൾക്കത് ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ക്ലിയർ? അപ്പൊ അതാണ് റെക്കമെൻഡേഷൻസ്. ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കിട്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്ഡിൽ ആഡ് ചെയ്യാം. ക്ലിയർ? ഐഡിയ കിട്ടിയോ? Yes, sir. Clear. Yes, sir. Yes. എൻഗേജിങ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്കഷൻസ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു, ഓൺലൈൻ MBA. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഓൺലൈൻ MBA ഗ്രാജുവേറ്റ്സിന് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പൊ ഓൺലൈൻ MBA പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യായിരുന്നു. അപ്പൊ ഇപ്പൊ സുൽഫിയുടെ കോഴ്സ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പൊ നിങ്ങളൊരു MBA കോഴ്സ് ആണെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു MBAക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. അപ്പൊ ഗ്രൂപ്പിലേക്ക് ആൾക്കാർ വന്ന് ജോയിൻ ചെയ്യും. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ പലതരം ഡിസ്കഷൻസ് നടത്താം. ഞാനത് കാണിച്ചു തരാം. Okay. And
കണ്ടോ? ജിറ്റോ ജോസ് ഓണർ 2018 ഉണ്ടാക്കിയ ഗ്രൂപ്പാണ്. റിക്വസ്റ്റ് ജോയിൻ 310 പേര് റിക്വസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ. ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. 1014 മെമ്പർ ഉള്ളതാണ്. ക്ലിയർ ആയോ? അപ്പൊ ആദ്യം ഞാനിതിന് ഇങ്ങനത്തെ ഒരു ഓൺലൈൻ MBA ക്ലയന്റ് ആയിരുന്നപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി ചെയ്തതാണ് ഈ ഗ്രൂപ്പ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. മാനേജ് ഗ്രൂപ്പ്, എഡിറ്റ് ഗ്രൂപ്പ്, പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. ക്ലിയർ ആയി? ഇൻവൈറ്റ് കണക്ഷൻസ് നിങ്ങളുടെ അതായത് ആ മേഖലയിലുള്ളവരൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. ഐഡിയ കിട്ടിയോ? കിട്ടി. ഗുഡ്. ഓക്കെ. ഇനി അടുത്താണ് കസ്റ്റം ലിങ്ക്ഡ് URL ആൻഡ് SEO ഒപ്റ്റിമൈസേഷൻ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് കസ്റ്റം ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കസ്റ്റം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇതാണ് പ്രൊഫൈൽ URL. കണ്ടോ? എൻ്റെ പ്രൊഫൈൽ URL കണ്ടോ? linkedin.com/jitto_Joes. ഇത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. കണ്ടോ? ഇവിടെയാണ് നിങ്ങൾക്ക് ഇതിന്റെ പ്രൊഫൈൽ, പബ്ലിക് പ്രൊഫൈൽ URL കണ്ടോ? ഇവിടെ എനിക്ക് തോന്നുന്നു മിനിമം ഇത്തരം കണക്ഷൻസ് ആയാലായിരിക്കും ചിലപ്പോൾ ഇത് എനേബിൾ ആവും. തുടക്കം തന്നെ എനേബിൾ ആവണമെന്നില്ല കേട്ടോ. ഇത് ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ഈസിലി നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ പറ്റും, ഈസിലി റിമെമ്പർ ചെയ്യാൻ പറ്റും. അതാണ് പബ്ലിക് URL, പബ്ലിക് പ്രൊഫൈൽ ആൻഡ് URL എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ നാളെ സെറ്റ് ആക്കിയിട്ട് വരണം എല്ലാവരും. ക്ലിയർ ആയോ? ഞാൻ പറയണത് മനസ്സിലാവുണ്ടോ? ക്ലിയർ ആണ്. sir. ടോപ്പ് 5 LinkedIn algorithm and how they work. ഞാൻ കുറച്ച് ലിങ്ക് അതായത് ലിങ്ക്ഡിനുള്ളത് എങ്ങനെയാണെന്നാണ് എൻ്റെ കണക്ഷൻ റെലവൻസ് അൽഗോരിതം എന്ന് പറയും. പ്രിയോറിറ്റൈസസ് കോണ്ടന്റ് ഫ്രം പീപ്പിൾ യു ഇന്ററാക്ട് വിത്ത് ഫ്രീക്വന്റ്ലി. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ആരുടെയൊക്കെയോ ആണോ പ്രൊഫൈൽ അവരെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അങ്ങനത്തെ ഫീഡുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അതായിരിക്കും ലിങ്ക്ഡിൻ എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതൽ കാണിക്കുക. മനസ്സിലായോ? കോൺസെപ്റ്റ് കിട്ടിയല്ലോ? ഞാൻ അൽഗോരിതങ്ങളെ പറഞ്ഞ എങ്ങനെയാണ് എങ്ങനത്തെയാണ് അവർ കൂടുതൽ കാണിക്കപ്പെടുക എന്നുള്ളത്. ഇതാണ് എല്ലായിടത്തും ബേസിക്കലായിട്ടുള്ള സാധനമാണ്. ഡ്വൽ ടൈം അൽഗോരിതം എന്ന് പറയും. ഡ്വൽ ടൈം അൽഗോരിതം എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ഹൗ ലോങ് യൂസർ സ്പെൻഡ് ഓൺ എ പോസ്റ്റ്. അതാണ് ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇമേജും ഉണ്ടാവും, ഇൻഫോ ഉണ്ടാവും, ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാവും. ഇൻഫോർമേഷൻസും ഗ്രാഫിക്സ് ഒക്കെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നിങ്ങളൊരു പോസ്റ്റ് ഇട്ടെങ്കിൽ ചിലപ്പോൾ ആ സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കാൻ വേണ്ടി ആൾക്കാർ ഒരുപാട് നേരം ആ പോസ്റ്റ് സ്പെൻഡ് ചെയ്യും. അങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന പോസ്റ്റുകൾ ഒരു പോസ്റ്റ് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ മറ്റുള്ളവരത് കാണിക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ല. മനസ്സിലായി sir. വേറെ ആർക്കും ഞാൻ ഫാത്തിമയ്ക്ക് പറഞ്ഞുതരാം, പേടിക്കണ്ട. വേറെ ആർക്കും മനസ്സിലാവാത്ത? ഹൃതിക്ക് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഹൃതിക്കല്ലേ പറഞ്ഞ മറുപടി? ആ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സാർ. ഗുഡ്. അപ്പൊ എല്ലാവരും ഇത് നാളെ വരുമ്പോൾ നിങ്ങൾ ചെയ്തിട്ട് വരണം. എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പൊ നിങ്ങൾ കുറെ കൂടി കറക്ഷൻസ് വരുത്തും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാം പെർഫെക്റ്റ് ആയില്ലെങ്കിലും കുറച്ചും കൂടി നിങ്ങൾ ബെറ്റർ ആവും. അത് മതി. ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണെന്നുള്ളത്. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഇപ്പൊ നമ്മളൊരു പോസ്റ്റ് ഇട്ടു. നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് അതിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോസ്റ്റ് ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു യൂസർ നോക്കുമ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിന്റെ പോസ്റ്റ് കാണുമ്പോൾ കുറച്ച് കൂടുതൽ ടൈം അതിൽ നോക്കിയാലാണെന്ന് മനസ്സിലാവുക. അപ്പൊ ലിങ്ക്ഡിന് മനസ്സിലാവുകയാണ് ഈ പോസ്റ്റും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ എന്ത് ചെയ്യും? ലിങ്ക്ഡിന് ഈ പോസ്റ്റ് വേണമെങ്കിൽ ഒരുപാട് പേരെ കാണിച്ചു കൊടുക്കും. കാരണം ഈ പോസ്റ്റ് കുറച്ചും കൂടി റെലവെന്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട്. ഇപ്പൊ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? നിങ്ങൾ ഇടുന്ന അങ്ങനത്തെ ഇടണമെന്ന്, പലതരത്തിലുള്ള പോസ്റ്റുകൾ ഇടണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഡ്വൽ ടൈം അൽഗോരിതം എന്ന് പറയാം.
എൻഗേജ്മെന്റ് അൽഗോരിതം കണ്ടോ, അതായത് പ്രിയോറിറ്റൈസ് പോസ്റ്റ് വിത്ത് എയർലി ലൈക്ക് കമന്റ് ആൻഡ് ഷെയർ ബൂസ്റ്റിംഗ്. അതായത് നിങ്ങളുടെ ചില പോസ്റ്റുകൾക്ക് ഒരുപാട് ലൈക്കും കമന്റും കിട്ടിയിട്ടുണ്ടാവണേ അത് അവർ കൂടുതൽ കൂടുതൽ കാണിക്കും, കാരണം അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ്. അത് ലിങ്ക്ഡിനിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ സെയിം അൽഗോരിതം, അതൊരു ജനറൽ അൽഗോരിതമാണ്. ക്ലിയർ ആയോ? അപ്പൊ ഒരുപാട് ആൾക്കാർ പോസ്റ്റും ലൈക്കും കമന്റും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഒരുപാട് ആൾക്കാർക്ക് അത് വീണ്ടും വീണ്ടും കാണിക്കാം. അതാണ് എൻഗേജ്മെന്റ് അൽഗോരിതം. ഞാനിപ്പോ പറയണത് ലിങ്ക്ഡിനിൽ എങ്ങനെയാണ് കൂടുതൽ ടോപ്പ് 5 ലിങ്ക്ഡിൻ അൽഗോരിതം ആൻഡ് ഹൗ ദേ വർക്ക്, അത് എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഹാഷ് ടാഗ് ആൻഡ് കീവേഡ് അൽഗോരിതം, ഇതാണ് എല്ലാവരും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അതിലൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന്റെ ബിലോ നിങ്ങൾ എന്ത് ചെയ്യണം, കീവേഡ് ഒക്കെ എഴുതുക, ഹാഷ് ടാഗ് ഒക്കെ എഴുതുക. ഓക്കെ, ഞാൻ വേണം അതിന്റെ കാണിച്ചു തരാം. ഞാൻ പറയണതൊക്കെ ക്ലിയർ ആവണമെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, ഗുഡ്. ഇത് നാളെ എല്ലാവരും ചെയ്തിട്ട് വരണം കേട്ടോ. ഞാൻ ചെയ്ത് എല്ലാവരുടെയും നോക്കണ്ട, ഞാനിവിടെ ഹാഷ് ടാഗ് ഇട്ടേക്കണം കേട്ടോ. ഇതൊക്കെ നല്ല രസത്തിൽ ഇതുപോലത്തെ പോസ്റ്റുകൾ ഇടുക. ക്ലിയർ? അതാണ് ഹാഷ് ടാഗ്. എല്ലാവരും നാളെ എല്ലാ അക്കൗണ്ടും പ്രൊഫൈലും സെറ്റ് ആക്കിയിട്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഒക്കെ ഇടുക. ഇതില് പോസ്റ്റ് ഇട്ട് നമ്മൾക്ക് അല്ല അവര് നമ്മളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യും, ഇതിൽ തന്നെയാണോ അതോ അല്ല, ഇതിലൂടെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഫോൺ നമ്പർ ഉണ്ടാവുമല്ലോ, അതിലാണെങ്കിൽ വിളിക്കാം. വാട്സപ്പ് കണക്ട് ചെയ്യാൻ പറ്റുക അങ്ങനെ എന്തെങ്കിലും ആണോ? അങ്ങനെയല്ല, അതിൽ ഫോൺ നമ്പർ ഉണ്ട്, ഫോൺ നമ്പറിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യാലോ, ആ, അല്ലെങ്കിൽ അതിൽ തന്നെ മെസ്സേജ് അയക്കാം. ആ, നമ്മൾ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയക്കില്ലേ, ആ മനസ്സിലായി. DM അയക്കില്ല, അതുപോലെ തന്നെ ലിങ്ക്ഡിനിൽ അയക്കാം. ആ, മനസ്സിലായി? അതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ഷൻ വിത്ത് നോട്ട് ആൻഡ് വിത്തൗട്ട് നോട്ട് എന്ന് പറഞ്ഞത്. വിത്ത് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു മെസ്സേജ് എടുക്കാൻ അയക്കാം, കണക്ഷൻ ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ. ക്ലിയർ? അതുകൊണ്ടാണ് എല്ലാവരും ഇതിൽ ആക്റ്റീവ് ആവുക. നിങ്ങളുടെ കസ്റ്റമർ, പൊട്ടൻഷ്യൽ കസ്റ്റമർ നിങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കാം. കോണ്ടന്റ് ടൈപ്പ് അൽഗോരിതം, അതായത് നമുക്ക് ഇതിലും മറ്റേതിലും പോലെ തന്നെ എന്താ വീഡിയോസ് ഇടാം. വീഡിയോസ് കൂടെ അതില് ആർട്ടിക്കിൾ എഴുതാം, പലതരത്തിലുള്ള ആർട്ടിക്കിൾ എഴുതാം, കറൗസിൽ എഴുതാം. അപ്പോൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചുള്ള കണ്ടന്റ് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? എന്താണ് ലിങ്ക്ഡിൻ, എങ്ങനെയാണ് ഇതിന്റെ പരിപാടി, എങ്ങനെയാണ് ഇത് കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ അൽഗോരിതങ്ങൾ എന്താ, ഇമേജസുകൾ ഇടുന്ന എങ്ങനെയാ, റെഗുലർ ആയിട്ട് കണ്ടന്റ് ഇടുന്ന എങ്ങനെയാ. എല്ലാവരും ഒന്നൊരു 10 മിനിറ്റ് ചെയ്യാമോ? എല്ലാവരും എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എബൌട്ട് സെഷൻ ചെയ്യുക, അതുപോലെ പ്രൊഫൈൽ ഹെഡ്ലൈൻ ഉണ്ടാക്കാത്തവർ ഇപ്പൊ തന്നെ ഹെഡ്ലൈൻ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിലുള്ള അതിനുള്ള ഞാനൊരു എളുപ്പവഴി പറഞ്ഞുതരാം. നിങ്ങളുടെ മേഖലയിലുള്ള ഒരു പ്രൊഫൈൽ കണ്ടെത്തുക, അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടാവും, അവരിൽ നിന്ന് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായി ആർക്കെങ്കിലും? മനസ്സിലായി. Yes, sir. അതാണ് അതിന്റെ ഏറ്റവും സ്മാർട്ട് ആൻഡ് ഈസിയസ്റ്റ് വേ. ഓക്കെ, ഇപ്പൊ അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്യുന്നവരുണ്ടാവും വേറെ. അപ്പൊ അവർ നല്ല രീതിയിൽ അതിന്റെ ഹെഡിങ്ങൾ എഴുതിയിട്ടുണ്ടാവാം. അതിൽ നിങ്ങൾ ഇൻസ്പയർഡ് ആവാം, അതിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യുക. വെരി സിമ്പിൾ ആണ്. ഇന്റർനെറ്റ് ഡിജിറ്റലിന്റെ ഒരു പ്രത്യേകത, എല്ലാം വിസിബിൾ ആണ്. നിങ്ങൾ അവരിൽ നിന്ന് ഒരു അങ്ങനത്തെ പ്രൊഫൈലുകൾ നോക്കുക, അവരായിട്ട് കണക്ട് ചെയ്യുക, അവരിൽ നിന്ന് നിങ്ങൾ ഐഡിയാസ് ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളുടെ മാർക്കറ്റിലുള്ളവരെ നിങ്ങൾ കണക്ട് ചെയ്യാൻ നോക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയി. Clear ആയി sir. ഒന്ന് ചെയ്യാമോ ഒരു 5 മിനിറ്റ്? സ്വിൽഫി വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ നാളെ ഇതിന്റെ പെയ്ഡ് വെർഷൻ, അതായത് ആഡ് എങ്ങനെ ചെയ്യണം എന്നുള്ള സെഷനാണ് നാളെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ നാളെ ഞാൻ ഇതിന്റെ ആഡ് എങ്ങനെ ചെയ്യാം, ലിങ്ക്ഡിനിൽ ആഡ് ചെയ്യണ പരിപാടി ഉണ്ട്. അത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എക്സ്പെൻസീവ് ആണ്. നാളെ നമ്മൾ എല്ലാവരും ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു വന്നാലാണ് എനിക്ക് നാളെ ഇതിൽ ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് എല്ലാവരും വളരെ എല്ലാ ഭാഗവും നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. അത് എനിക്ക് കമ്പൽസറി ആണ്. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച ഒരാൾ ലിങ്ക്ഡിൻ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് അതൊരു ഡിഫറൻസ് ഫീൽ ചെയ്യണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് ലിങ്ക്ഡിൻ എടുത്ത് നിങ്ങൾ ഇത്ര സമയം എടുത്തിട്ട് അതിൻ്റെ ഒരു എഫേർട്ട് ഇട്ടിട്ട് കാണിച്ചു തരുന്നത്.
എന്താണ് #? ഞാൻ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് തരുകയും ചെയ്യാം.